ഹേ ബീബ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഓൺലൈനിൽ ഒരു മാട്രസ് വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ബ്രാൻഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വെക്ക്ഫിറ്റ് ഉണ്ട്, അതുപോലെ എമ്മ മാട്രസ്, സ്ലീപ്പ് കമ്പനി, അങ്ങനെ ഒരുപാട് മാട്രസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏത് വാങ്ങണം എന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ കുറച്ചധികം ബ്രാൻഡുകളുടെ മാട്രസ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ എടുക്കണം നല്ലതെന്നുള്ളത്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തോപെഡിക് മാട്രസുകളാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. ഓർത്തോപെഡിക് മാട്രസ് പറഞ്ഞാൽ നമുക്ക് പുറം വേദന അല്ലെങ്കിൽ ഊരവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ശമനം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാട്രസ് ആണ് ഓർത്തോപെഡിക് മാട്രസുകൾ. അപ്പം ഇതാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് വെക്ക്ഫിറ്റ് ഉണ്ട്, എമ്മ മാട്രസ് ഉണ്ട്, ഫ്ലോ ഉണ്ട്, സ്ലിപ്പി ഹെഡ് ഉണ്ട്, ഡ്യൂറോഫ്ലെക്സ് ഉണ്ട്, സ്ലിപ്പി ക്യാറ്റ് ഉണ്ട്, പിന്നെ അത് സ്ലിപ്പ് കമ്പനി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ക്ഫിറ്റിന്റെ ഷേപ്പ് സെൻസ് ഓർത്തോപെഡിക് ക്ലാസിക് മെമ്മറി ഫോം മാട്രസ്, പിന്നെ എമ്മ ബ്ലാക്ക് മാട്രസ്, പിന്നെ അത് ഫ്ലോ മാട്രസ് ഓർത്തോ, പിന്നെ സ്ലിപ്പി ഹെഡിന്റെ ഒറിജിനൽ 3 ലെയർഡ് ബോഡി ഐക്യു ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ്, പിന്നെ ഡ്യൂറോഫ്ലെക്സിന്റെ ലിവേല ഓർത്തോപെഡിക് മെമ്മറി ഫോം മാട്രസ്, പിന്നെ സ്ലിപ്പി ക്യാറ്റിന്റെ ഹൈബ്രിഡ് ലാറ്റക്സ് മാട്രസും, അതുപോലെ തന്നെ സ്ലിപ്പ് കമ്പനിന്റെ സ്മാർട്ട് ഓർത്തോ മാട്രസും ആണ്. അപ്പോൾ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ പ്രൈസ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, അതായത് ഇതിന്റെ കൺസ്ട്രക്ഷൻ, പിന്നെ ഇതിന്റെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണോ എന്നുള്ളത്, പിന്നെ ഇതിന്റെ ഫേംനെസ്, ഇതിൽ എത്ര ലേയേഴ്സ് ഉണ്ട്, ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെക്ക്ഫിറ്റിന്റെ മാട്രസിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 12,399 രൂപയാണ്. നമ്മൾ എമ്മ മാട്രസിന്റെ നോക്കുകയാണെങ്കിൽ 21,998 രൂപയാണ് വരുന്നത്. ഫ്ലോ മാട്രസിന്റെ ആണെങ്കിൽ 14,568, സ്ലിപ്പ് ഹെഡിന്റേത് 17,599, ഡ്യൂറോഫ്ലെക്സിന്റെ 19,499, സ്ലിപ്പി ക്യാറ്റിന്റെ 16,999, സ്ലിപ്പ് കമ്പനിന്റെ 24,730. ഇതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് വെക്ക്ഫിറ്റിന്റെ മാട്രസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വാക്വം സീൽഡ് ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം വെക്ക്ഫിറ്റിന്റെ വാക്വം സീൽഡ് പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുള്ള സൈസിലാണ് പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നതും ഒക്കെ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് അത് ഫുൾ സൈസിലായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ക്ഫിറ്റിന്റെ മാട്രസിൽ പ്യൂർ മെമ്മറി ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, എമ്മ മാട്രസിൽ മെമ്മറി ഫോം ആണ് ഉപയോഗിച്ചത്, ഫ്ലോ മാട്രസിൽ PU ഫോം ആണ് ഉപയോഗിക്കുന്നത്, പിന്നെ സ്ലിപ്പി ഹെഡിലും ഡ്യൂറോഫ്ലെക്സിലും മെമ്മറി ഫോം ആണ് ഉപയോഗിക്കുന്നത്, സ്ലിപ്പി ക്യാറ്റിൽ നോക്കുകയാണെങ്കിൽ ലാറ്റക്സ് ആണ് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്, സ്ലിപ്പ് കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ ഓർത്തോ ഫോം അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇത് കസ്റ്റമൈസ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സൈസുകളിൽ ഈ ഒരു മാട്രസുകളൊക്കെ വാങ്ങാൻ പറ്റുമോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്ക്ഫിറ്റിന്റെ മാട്രസ് ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിൽ വാങ്ങാൻ പറ്റുന്നുള്ളത്. ബാക്കിയുള്ള ബ്രാൻഡുകളൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള സൈസിൽ വാങ്ങാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇതിന്റെയൊക്കെ ഫേംനെസ്, അതായത് എത്രത്തോളം കട്ടിയുണ്ട്, ഉറപ്പുണ്ട് എന്നുള്ളത്, അത് സോഫ്റ്റ് ആണോ സോഫ്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിന്റെ മാട്രസ് വരുന്നത് ഒരു മീഡിയം ഫേംനെസ്സിലാണ്. ഭയങ്കര സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡും അല്ല, ഒരു മീഡിയം ഫേംനെസ്. എത്ര ലേയേഴ്സ് ഈ മാട്രസിലൊക്കെ വരുന്നുണ്ട് നോക്കുകയാണെങ്കിൽ വെക്ക്ഫിറ്റിൽ 3 ലേയേഴ്സ് ആണ് വരുന്നത്. ടോപ്പിൽ മെമ്മറി ഫോം, പിന്നെ ഒരു മിഡിൽ ഫോം, അതിന്റെ ബേസ് ഫോം ആണ് വരുന്നത്. നമ്മൾ എമ്മ മാട്രസിൽ നോക്കുകയാണെങ്കിൽ 4 ലേയേഴ്സ് ആണ് വരുന്നത്. ഫ്ലോ മാട്രസിലും അതുപോലെ തന്നെ സ്ലിപ്പ് ഹെഡിലും 3 ലേയേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഡ്യൂറോഫ്ലെക്സിലും സ്ലിപ്പി ക്യാറ്റിലും അതുപോലെ തന്നെ സ്ലിപ്പ് കമ്പനിയിലും 5 ലേയേഴ്സ് ആണ് വരുന്നത്. ഇനി മാട്രസുകളൊക്കെ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്ക്ഫിറ്റിന്റെ മാട്രസിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ മെയ്ഡ് ആണ്, മെയ്ഡ് ഇൻ ഇന്ത്യ സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ പ്യൂർ ആയിട്ടുള്ള മെമ്മറി ഫോം ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എമ്മ മാട്രസിന്റെ നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്, അതുപോലെ തന്നെ യൂറോപ്പിലെ ബെസ്റ്റ് മാട്രസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലോ മാട്രസിന്റെ നോക്കുകയാണെങ്കിൽ ആലോവേര ജെൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കവറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്ലീപ്പ് ഹെഡിന്റെ നോക്കുകയാണെങ്കിൽ 0 പാർട്ണർ ഡിസ്റ്റർബൻസ് ആണ്, അതായത് നമ്മളൊപ്പം കിടക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഡ്യൂറോഫ്ലെക്സിനും സ്ലിപ്പി ക്യാറ്റിനും അങ്ങനെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല. സ്ലീപ്പ് കമ്പനിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് വെക്ക്ഫിറ്റിന്റെ മാട്രസ് തന്നെയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വാങ്ങാൻ പറ്റും. നമ്മൾ കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ ഒരു മാട്രസ് വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നമ്മൾ പുറത്തുള്ള, അതായത് ആമസോൺ അതുപോലത്തെ വെബ്സൈറ്റുകളിലൊക്കെ അവരുടെ ഓരോ റേറ്റിംഗും കസ്റ്റമർ റിവ്യൂസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവരുടെ വെബ്സൈറ്റിന്റെ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ വെക്ക്ഫിറ്റിന്റെ വരുന്നത് 2.5 ലക്ഷത്തോളം റിവ്യൂസ് ആണ് വരുന്നത്. അതിൽ ആവറേജ് 4.1 ആണ് റേറ്റിംഗ് വരുന്നത്. ഇനി എമ്മ മാട്രസിന്റെ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,375 റിവ്യൂസ് ആണ് വരുന്നത്. പിന്നെ ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 4.6 ആണ്. ഈ ഫ്ലോ മാട്രസിന്റെ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ 8,241 റിവ്യൂസ് ആണ്, 4.4 ആണ് ആവറേജ് റിവ്യൂ വരുന്നത്. ഇനി സ്ലീപ്പ് ഹെഡിന്റെ നോക്കുകയാണെങ്കിൽ 2,134 ആണ് കസ്റ്റമർ റിവ്യൂസ് വരുന്നത്. പിന്നെ ആവറേജ് റേറ്റിംഗ് 4 ആണ്. ഡ്യൂറോഫ്ലെക്സിന്റെ കസ്റ്റമർ റിവ്യൂസ് 2,684 ആണ്, ആവറേജ് റേറ്റിംഗ് വരുന്നത് 5 ആണ്. സ്ലിപ്പി ക്യാറ്റിന്റെ 2,468 ആണ് കസ്റ്റമർ റിവ്യൂസ്, അതിന്റെ ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 4.8 ആണ്. പിന്നെ സ്ലിപ്പ് കമ്പനിയുടെ കസ്റ്റമർ റിവ്യൂസ് എന്ന് പറയുന്നത് 10,839 ആണ്, അതിന്റെ ആവറേജ് റേറ്റിംഗ് 4.9 ആണ് വരുന്നത്. ഇതൊക്കെ വേറെ വെബ്സൈറ്റിലാണ്. ഇനി നമ്മൾ വേറൊരു പുറത്തുള്ള വെബ്സൈറ്റിൽ ആമസോണിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക റിയൽ ആയിട്ടുള്ള റിവ്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ അതിന്റെ നോക്കുകയാണെങ്കിൽ വെക്ക്ഫിറ്റിന്റെ കസ്റ്റമർ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ 82,962 ആണ്, അതിന്റെ ആവറേജ് റേറ്റിംഗ് വരുന്നത് 4.4 ആണ്. ഇനി എമ്മ മാട്രസിന്റെ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ 8,467 ആണ്, അതിന്റെ ആവറേജ് റേറ്റിംഗ് വരുന്നത് 4.1 ആണ്. ഇനി ഫ്ലോ മാട്രസിന്റെ 2,764 ആണ് കസ്റ്റമർ റിവ്യൂസ് വരുന്നത്, ആവറേജ് റേറ്റിംഗ് 4.3 ആണ്. ഇനി സ്ലീപ്പ് ഹെഡിന്റെ നോക്കുകയാണെങ്കിൽ 27,749 ആണ് റിവ്യൂസ്, അതുപോലെ 4.3 ആണ് ആവറേജ് റേറ്റിംഗ്. ഡ്യൂറോഫ്ലെക്സിന്റെ നോക്കുകയാണെങ്കിൽ 7,907 ആണ് റിവ്യൂസ് വരുന്നത്, ആവറേജ് റേറ്റിംഗ് വരുന്നത് 4.2 ആണ്. സ്ലിപ്പി ക്യാറ്റിന്റെ റിവ്യൂസ് 1,476 ആണ് വരുന്നത്, അതിന്റെ ആവറേജ് റേറ്റിംഗ് 4.3 ആണ് വരുന്നത്. പിന്നെ സ്ലിപ്പ് കമ്പനിന്റെ നോക്കുകയാണെങ്കിൽ 4,292 ആണ് കസ്റ്റമർ റിവ്യൂസ്, 4.4 ആണ് അതിന്റെ ആവറേജ് റേറ്റിംഗ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആമസോണും അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലത്തെ റേറ്റിംഗും അല്ലെങ്കിൽ കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വെക്ക്ഫിറ്റിന്റെ മാട്രസ് തന്നെയാണ് കുറച്ചുകൂടി
മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി ഈ ബ്രാൻഡുകൾക്കൊക്കെ ഓഫ്ലൈൻ സ്റ്റോറുകൾ അവൈലബിൾ ആണോ എന്നുള്ളതൊന്ന് നോക്കിയാളാം. അപ്പം വെയ്ക്ക്ഫിറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ അവൈലബിൾ ആണ്. 97 സ്റ്റോറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാട്രസിനും ഫ്ലോ മാട്രസിനും അതുപോലെ തന്നെ സ്ലിപ്പി ഹെഡിനും ഓഫ്ലൈൻ സ്റ്റോറുകളൊന്നും അവൈലബിൾ അല്ല. ഡ്യൂറോഫ്ലെക്സിന് അവൈലബിൾ ആണ്, 250 സ്റ്റോറുകൾ അവൈലബിൾ ആണ്. സ്ലിപ്പി കാറ്റിന് 25 സ്റ്റോറുകൾ അവൈലബിൾ ആണ്. പിന്നെ സ്ലീപ്പ് കമ്പനിക്ക് 100 സ്റ്റോറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള സ്റ്റോറുകൾ അവൈലബിൾ ആണെങ്കിൽ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് പ്രീമിയം ഓർത്തോപെഡിക് മാട്രസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വെയ്ക്ക്ഫിറ്റിന്റെ ഷിപ്സെൻസ് ഓർത്തോപെഡിക് ക്ലാസിക് മാട്രസ് തന്നെയാണ് വാങ്ങുന്നത് നല്ലത്. പ്യൂർ ആയിട്ടുള്ള മെമ്മറി ഫോമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെയ്ക്ക്ഫിറ്റിന്റെ മാട്രസിന്റെ ഫുൾ റിവ്യൂ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ അതിന്റെ ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സും അറിയാൻ പറ്റുന്നതാണ്. അപ്പം വെയ്ക്ക്ഫിറ്റിന്റെ ഓർത്തോപെഡിക് മാട്രസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ ഋഷിഫ്. നെക്സ്റ്റ് വൺ.